അപ്പൊ നിങ്ങൾ 3 പേരും കൂടെ ഇപ്പതാ ഒരു മഹാരാജാസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഫിലിമില് വരികയാണ്. മഹാരാജാസ് അല്ല, മഹാരാജാ ഹോസ്റ്റൽ. ഇത് അതായത് പിന്നെ അഭിനയിച്ച സാധനങ്ങൾ എനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കണം. മോണിറ്ററിലൊക്കെ പോയി നോക്കും. അത് ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള എന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഓക്കെ ആവുന്ന ചെയ്യും. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അത്ര ഓക്കെ തോന്നണമെന്നില്ല. പക്ഷെ എനിക്കൊരു ഇത് വരണം, പ്രൊഫഷൻ പറ അതുവരെ ഒരു സാധനം കണ്ടിട്ടല്ല ആൾക്കാർ അതിനെ കുറിച്ച് വിലയിരുത്തുക. ഇത് കാണുന്നതിന്റെ മുന്നേ അങ്ങോട്ട് ജഡ്ജ് ചെയ്യുക. കാരണം ഞങ്ങൾ 3 ആളാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഹേറ്റേഴ്സ് ഉണ്ടാവും, അറിയാലോ. എന്നെ കമ്പയർ ചെയ്യാൻ അങ്ങനെയല്ല, ഒരാളെ വെച്ച് വേറൊരാളെ റീൽസ് ചെയ്തിട്ടിരുന്നവർ തന്നെയാണ്. അല്ല, നല്ല കാര്യം തന്നെയാ. കാരണം ഹാഷിർ ശരിക്കും ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ തരംഗം തന്നെ സൃഷ്ടിച്ചല്ലോ. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് ആക്ടിങ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും. ആക്ഷൻ ഒരുപാട് ഫാൻസ് കാണും, കുറവായിരിക്കും. കമ്പയർ ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സീരിയലത്തെ ആൾക്കാർ സിനിമയിലോട്ട് വരുമ്പോ ഒരു തരം കോംപ്ലക്സ് ഉണ്ടല്ലോ, അതേ ഒരു കണക്കിന് കോംപ്ലക്സ് ഉണ്ടായിരുന്നു റീൽസിന് ആൾക്കാർ വരുന്നത്. ചില ആൾക്കാർക്ക് മലയാളം, തമിഴ് വേണം, തെലുങ്ക് വേണം, മലയാളം മതി. രണ്ട് ചോദിച്ചിട്ട് അടുത്ത ചോദിച്ചു എനിക്ക് പറയാം. നെഞ്ചോരം നാളം തേടിയോ നിസ നിസ നിസ. അപ്പൊ നമ്മളോടൊപ്പം ആരൊക്കെയാ ഉള്ളതെന്നറിയോ? അഖിൽ NRD, അഖിൽ ഷാ ആൻഡ് മാമനും മോനും. അങ്ങനെ മോനിവനാണ് മാമനും മക്കളും. മോൻ എവിടെ? മോൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. അല്ല, ശരിക്കും റീൽസിൽ കാണാറില്ല ഇപ്പൊ അധികം? ഉണ്ട്. നിങ്ങൾ റീൽസ് കാണാത്തോണ്ടാ? ഞാൻ കാണാറുണ്ട്. വലിയ കുട്ടിയായില്ലേ? ടിക്ടോക്കിലൊക്കെ കാണുമ്പോ ചെറിയ കുട്ടി, കുറച്ച് വലിയ കുട്ടിയായി. നാളെ പടം ഇറങ്ങുന്നോണ്ട് ആളിങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എല്ലാവർക്കും മാമനും മോനും എന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. എന്റെ പേര് എന്തുകൊണ്ടാണ് ശരത് എന്നല്ല ശരിക്കും പേര്? എന്തുകൊണ്ടാ അപ്പൊ മാമനും മോനും എന്നുള്ള പേരിട്ടെ? ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങുന്നത് എന്റെ പെങ്ങളുടെ മോന്റെ കൂടെ ആയിരുന്നു. അപ്പോ വെറൈറ്റി പേര് വേണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ക്യാച്ച് ടൈമാണല്ലോ മാമനും മോനും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാമനും മോനും ആയതാ. അച്ഛനും മക്കളും ഇപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. നമ്മള് ടിക്ടോക്ക് മുതൽ തുടങ്ങിയതല്ലേ, അപ്പോ അങ്ങനെ അധികാരമില്ലായിരുന്നു. ഇപ്പൊ കുറെ പേരുണ്ട്. ശരി, നമുക്കിതൊരു സീരിയസ് ഇന്റർവ്യൂ ആക്കണ്ട. സീരിയസേ അല്ല, ഇപ്പൊ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ള സീരിയസ് ആയി അല്ലേ? ഫോർമലായി കുറച്ച്. ഇത്ര നേരം ഭയങ്കര ചില്ലായി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ ഷാമോന്ന് വിളിച്ചോട്ടെ? അങ്ങനെ വിളിച്ചോട്ടെ? എല്ലാരും അങ്ങനെ വിളിക്കുന്നത്. ചിലര് മോനേന്ന് മാത്രം വിളിക്കും. അപ്പൊ ഷാമോന്റെ കോസ്റ്റ്യൂമിന് പ്രത്യേകിച്ച് ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഷർട്ട്, പാന്റ്, എന്റെ ഫോണ്, എന്റെ പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല, എലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് കോസ്റ്റ്യൂമിന്. ചേട്ടൻ വന്നപ്പോ തന്നെ ഫോൺ കാണിച്ചപ്പോ ഞാൻ പറയണം വിചാരിച്ചു. ഞാൻ ഓരോ കോസ്റ്റ്യൂമിനനുസരിച്ചാണ് എന്റെ ഫോൺ കേസ് കൊണ്ടു നടക്കാറ്. ഡെനിമായപ്പോ ഞാൻ ഇത് ആക്കിയതാ. ഡെയിലി മാറ്റപ്പോ ഇല്ല, സിമ്പിൾ ആക്കി. അപ്പൊ നിങ്ങൾ റെഡ് ഇടുമ്പോ റെഡ് കമ്മലിടും? അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ എങ്ങനെയാണ്? സീരിയസ് ആണോ? കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ പൊതുവെ കണ്ടിട്ടുണ്ട്. ഇൻട്രോവേർട്ട് ആണ് ആള്. പക്ഷെ ഏതോ ഒരു ഇന്റർവ്യൂല് പിന്നെ ഓവർ ആക്റ്റീവ് ആയിരുന്നു. അതറിയുന്ന ആങ്കർ ആങ്കർ വന്നപ്പോ ഇവൻ പിന്നെ അവൻ ഒരു ജെന്റിൽമാൻ ആണ്, മാരീഡ് മാൻ അല്ലേ. അപ്പൊ മെച്ചൂരിറ്റി കാണിക്കാൻ ശ്രമിക്കല്ലോ. പക്ഷെ ഇത്ര നേരം ചില്ലായിരുന്നു, സംസാരിച്ചു, കുറെ ചിരിച്ചു. അതായത് നമ്മള് സങ്കല്പത്തിലുള്ള ഒരു അഖിൽ NRD, ക്യാമറ അവിടെ ഇല്ലാന്ന് വിചാരിക്കാം. നമ്മള് സങ്കല്പത്തിലുള്ള ഒരു അഖിൽ NRD ഇല്ലേ, നമ്മള് വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ, ശരിക്കും അങ്ങനെയുള്ള ആളല്ല. എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാ ഈ ചേട്ടൻ അതൊന്നും പറയേയില്ല. പക്ഷേ നേരെ ഓപ്പോസിറ്റാ. എല്ലാരും പറയും, വൈഫും പറയും.
ഡിഫറെന്റ്. നിങ്ങൾ എല്ലാവരും അങ്ങനെയാണോ? അല്ല, ഞാൻ ആംബിവേർട്ട് ആക്ച്വലി. ഇടക്ക് ഇൻട്രോവേർട്ട് ആവും, ഇടക്ക് എക്സ്ട്രോവേർട്ട് ആവും. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട്, ഇൻട്രോവേർട്ട്. കുറച്ച് ഫ്രണ്ട് സെറ്റപ്പ് നല്ല അത് മൂന്നാളും ഫ്രണ്ട്സിന് സെറ്റപ്പ് വന്നാലേ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മളെല്ലാരും എക്സ്ട്രോവേർട്ട്. പുള്ളി പക്ഷേ പക്ഷെ ഇവൻ എന്റെ കൽപ്പത്തിൽ ഇവൻ ഹൈപ്പർ ആക്റ്റീവാ. ഞങ്ങളങ്ങനെ പക്ഷെ എനിക്ക് ഇങ്ങനെ ശ്യാമോന്റെ പോലെ ആക്റ്റീവ് ആയിരിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ നടക്കില്ല. ആൾക്കാരെ കാണുമ്പോൾ അയ്യോ അച്ഛനെ ആൾക്കാർ ഇല്ലടാ, ഇടക്ക് വരും ആൾക്കാരാണ്. ഇടക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. നാട്ടിലത്തെ പക്ഷെ ഞങ്ങളത് കണ്ടിട്ടില്ല. എല്ലാത്തിന്റെ എക്സ്ട്രീം. അപ്പൊ നിങ്ങൾ 3 പേരും കൂടെ ഇപ്പതാ ഒരു മഹാരാജാസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഫിലിമില് വരികയാണ്. മഹാരാജാസ് അല്ല, മഹാരാജ ഹോസ്റ്റൽ. അപ്പൊ മഹാരാജ ഹോസ്റ്റലില് വരികയാണ്. എങ്ങനെയായിരുന്നു 3 പേരുടെ ഒരു കോമ്പിനേഷൻ? നല്ല രസമുണ്ടായിരുന്നു. നല്ലായിരുന്നു. ഇതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി. നമുക്ക് എല്ലാ സീരിയലിലും ഞങ്ങൾ എല്ലാരും ഉണ്ട്. അപ്പൊ വളരെ ചില്ലായിരുന്നു. പിന്നെ ഓൾറെഡി അറിയുന്ന ആൾക്കാരല്ലേ, അപ്പൊ വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ട് ആയിരുന്നു. അങ്ങനെ വലിയ നടന്മാരെ കൂടെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും. ഇതുവരെ അരിമണിയൊക്കെ പെറുക്കിയിട്ടുള്ള ആൾക്കാർ. ശരിക്കും ശ്യാമന് മാത്രമേ 2 സിനിമ മുമ്പ് ചെയ്തിട്ടുള്ളൂ. ചെറിയ വേഷമാണെങ്കിൽ അത് ചെറിയ റോളാ. ചേട്ടനും ചെയ്തിട്ടില്ല മുമ്പ്? അഖിൽ ചേട്ടനും മുമ്പ്? അല്ല, അവന് ഫസ്റ്റ് ഇതാ. ഓ, ഇത് ചെയ്യുമ്പോ ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ പടം ചെയ്തത്. ചേട്ടത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 പടം, ഇത് 3ാമത്തെ പടം. ഞങ്ങളെ സീനിയർ, കൂട്ടത്തിലെ സീനിയർ. ആക്ടർ. അപ്പം എങ്ങനെ റീൽസിൽ നിന്നിട്ട് ഇപ്പം ഈ സിനിമയിലോട്ട് വന്നപ്പോ എന്താണ് മെയിൻ ഡിഫറൻസ് ഫീൽ ചെയ്തത്? ആക്ടിങ് ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് മീറ്ററാണ്. റീൽസിൽ കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇട്ട് ഈ പറഞ്ഞ 1 മിനിറ്റ് അല്ലെങ്കിൽ 30 ടൈമേ കാണത്തുള്ളൂ. അപ്പൊ മാക്സിമം അത്ര എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ ഫുൾ ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്താ ഫുൾ ഇടുക? അതല്ല, എനിക്കറിയാലോ നിന്നെ. നീയോ? പക്ഷെ സിനിമയുടെ വരുമ്പോൾ അതിന്റെ അത്ര ആവശ്യമില്ല. ഞാൻ ഇടുന്നതിന്റെ ഒരു 10% കറക്റ്റ് പേടി തോന്നിയോ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുമ്പോ? എനിക്കാണ് ഏറ്റവും പേടി സത്യം. ഇവന് ഭയങ്കര അതായത് ഇവന് അഭിനയിച്ച സാധനങ്ങൾ എനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കണം. മോണിറ്ററിലൊക്കെ പോയി നോക്കും. അത് ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള എന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് ഓക്കെ ആവുന്ന ചെയ്യും. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അത്ര ഓക്കെ തോന്നണമെന്നില്ല. പക്ഷെ എനിക്കൊരു ഇത് വരണം, പെർഫെക്ഷൻ പറയാം. അതുവരെ ഇങ്ങനെ ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ സീൻ ചെയ്താ പോയി കാണും. ഞങ്ങൾ അങ്ങനെ പോകില്ല. പക്ഷെ ഇവൻ ഒരു സീൻ എടുത്തു കഴിഞ്ഞ് ഓക്കെ പറഞ്ഞ് നേരെ പോകും മോണിറ്ററിന്റെ അങ്ങോട്ട്. ശരിയാണോ? ഞങ്ങളൊന്ന് വേഗം കഴിഞ്ഞ് കിട്ടിയ പെർഫെക്ഷന്റെ ആളാണ്. എന്റെ ആയിട്ടുള്ള രീതിയില് ടൈമിങ്ങും ഇന്ന് തന്നെ നമ്മൾ 3 മണിക്ക് പറഞ്ഞു. കറക്റ്റ് 2:58 വന്നു. നിങ്ങൾ വന്നത് 58 നമ്മള് ഊബറിന് വെയിറ്റ് ചെയ്യുന്നു. കറക്റ്റ് 3:30 വന്നു. ഞാൻ വിളിച്ചു വരാം. നല്ല ഉറക്കത്തില് മുഖം കണ്ടാൽ ഇവിടെ എത്തിന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ശ്യാമൻ തേച്ചോണ്ടിരിക്കുക ഷർട്ട്. ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ഫോൺ എടുത്തില്ല. അതേ കുളിക്കാൻ കയറിക്കായിരുന്നു. ആയിരുന്നോ? ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഫോൺ എടുക്കാറില്ല. അല്ല, അത് അനോണിമസ് നമ്പേഴ്സ് ഒന്നും എടുക്കാറില്ല. അല്ല, നോർമലി എടുക്കാറില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും വിളിക്കുന്ന കോൾസ് ഇന്റർവ്യൂവിന്റെ ആയിരിക്കും എന്ന് അറിയുന്നോണ്ട് എടുക്കാറുണ്ട്. ഡൗൺ ആയിരിക്കുന്ന സമയത്തേ എടുക്കാത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഡൗൺ അല്ല. അതെപ്പടി ഞങ്ങളൊക്കെ ഫോൺ വിളിക്കുമ്പോ എടുക്കാറില്ല. ഇല്ല, അത് അങ്ങനെയൊന്നുമില്ല. അതെന്താ എടുക്കാത്തെ? അങ്ങനെയൊന്നുമില്ല. അത് ഡിപ്പെൻസ് ഓൺ മൂഡാ. എന്താ നിങ്ങളും ഞാനെടുക്കും. ശരി, അപ്പൊ ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ട്ടോ. ഇപ്പം ഹാഷിദാന്റെ ടീംസ് വാഴ 2 എന്നുള്ള മൂവിയിലൂടെ ഇപ്പം 1 ഹിറ്റായെന്ന് വെച്ചാൽ തരംഗമായി മാറി. അപ്പം അതുപോലെ ഇപ്പം റീൽസിൽ നിന്ന് നിങ്ങളും ഇതുപോലെ സിനിമയിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എത്രത്തോളാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്ന സിനിമയിലോട്ട് എത്താനായിട്ട്? അങ്ങനെയല്ല, ഒരാളെ വെച്ച് വേറൊരാളെ അതായത് അവര് റീൽസ് ചെയ്തിട്ടിരുന്നവർ തന്നെയാണ്. അല്ല, നല്ല കാര്യം തന്നെയാ. കാരണം പണ്ട് എന്നൊക്കെ പറയുന്ന സിനിമയിൽ എത്തപ്പെടാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഇപ്പൊ ഡ്രാമയെന്നും മിമിക്രി ഒക്കെ ചെയ്തിട്ടാണ് പല ആൾക്കാരും സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ടാലന്റ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കാസ്റ്റിംഗ് കൂടുതൽ നടക്കുന്നത് ഇപ്പം റീൽസ് കണ്ടിട്ട് തന്നെയാണ്. എല്ലാരും വിളിച്ചാ ഞങ്ങളെന്താ KBC നാടകം
മുമ്പൊക്കെ ആവുമ്പോ ഓഡീഷൻ എത്ര സ്റ്റെപ്സ് ആണ്? ഈ 4000 5000 ഓഡീഷൻ ചെയ്യുന്നു, അതിന് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ കുറച്ചും കൂടെ എളുപ്പമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഭയങ്കര ഒരു കാര്യം തന്നെയാ. ഇപ്പൊ ഹാഷിർ ശരിക്കും ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ തരംഗം തന്നെ സൃഷ്ടിച്ചല്ലോ. ഈ പറഞ്ഞിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് ആക്ടിങ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഹാഷിന് ഒരുപാട് ഫാൻസ് കാണും, ഞാൻ കുറവായിരിക്കും. കമ്പയർ ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ എന്നോട് കമ്പാരിസൺ നടക്കുന്നുണ്ട്. ലൈക്ക് ഞങ്ങളുടെ മൂവി വന്നിട്ട് 100 കോടി അടിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ വിട്ട് ടൈപ്പ് ആൾക്കാരാണ്, ഞങ്ങൾ സാധാരണക്കാരാണ്. പക്ഷെ ആഷിറിന്റെ ആ സിനിമ വിജയിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള പലർക്കും ചിലപ്പോ പുതിയ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതയായിരിക്കും. എനിക്ക് കൊണ്ട് പണ്ട് ഞാൻ സിനിമയിൽ വരുമ്പോ പറയുമ്പോ അത്ര പഴക്കല്ല, അങ്ങനെയല്ല. 2 വർഷം മുന്നൊക്കെ റീൽസ് ചെയ്യുന്ന ആൾക്കാരോട് ഭയങ്കര പുച്ഛമായിരുന്നു സിനിമാക്കാർക്ക്. ലൈക്ക് സീരിയലത്തെ ആൾക്കാർ സിനിമയിലോട്ട് വരുമ്പോ ഒരു തരം കോംപ്ലക്സ് ഉണ്ടല്ലോ, അതേ ഒരു കണക്കിന് കോംപ്ലക്സ് ഉണ്ടായിരുന്നു റീൽസ് ആൾക്കാർ വരുന്നത് ചില ആൾക്കാർക്ക്. പക്ഷെ ഇപ്പോ അതെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് നല്ലൊരു കാര്യമാണ്. അതെ, ഏറ്റവും കൂടുതൽ എടുക്കുന്നത് റീൽസ് നിന്നാണ്. നിങ്ങൾ ഈ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന സിനിമ, അങ്ങനെ എന്തെങ്കിലും ഒരു എയിം ഉണ്ടായിരുന്നു? ഇല്ല, അല്ല, നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സിനിമ വഴിതെറ്റി ഇങ്ങോട്ട് വന്നതാണ്. ആണല്ലേ? ആവേശമില് ഒരു ചാൻസ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഉള്ളതാ. ശരിക്കും ഫഫയുടെ ക്യാരക്ടർ ചെയ്യാൻ വെച്ചിരുന്നു. അതിനിടയ്ക്ക് മാല വരെ മാറി. ഒരു ക്യാരക്ടറിനെ വിളിച്ചായിരുന്നല്ലേ, സെലക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. പക്ഷെ എനിക്കത് പോകാൻ പറ്റിയില്ല. കുറച്ച് കമന്റ്സ് ആണെന്ന് പോകാൻ വേണ്ടി പറ്റിയില്ല. യൂട്യൂബിലൊക്കെ അന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റായ ഒരു സമയമായിരുന്നു. പണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. പക്ഷെ പോയിരുന്നെങ്കിൽ ആ റോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ചിലപ്പോൾ സെലക്ട് ആയേനെ. ഈ പറഞ്ഞോട്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ നല്ല വശം വന്നു. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും റോള് ചിലപ്പം കിട്ടിയേനെ, ചിലപ്പം പോസിബിലിറ്റി ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കാണുമ്പോൾ എന്തെങ്കിലും വിഷമം വന്നു. പിന്നെ അത് പിന്നാണ് ഈ പറഞ്ഞ ഡയറക്ടേഴ്സിനൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചതുപോലെ എന്തെങ്കിലും അവസരങ്ങളൊക്കെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. 19 പേർക്ക് മെസ്സേജ് അയച്ചു. നിങ്ങൾ അങ്ങോട്ട് ട്രൈ ചെയ്യാറുണ്ട്? ഡയറക്ടേഴ്സിന് മെസ്സേജ് അയച്ചിട്ടും അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. അങ്ങനെ ജൂഡേട്ടനെ പരിചയപ്പെട്ടതും ജൂഡേട്ടൻ ഇതുപോലെ പറഞ്ഞു, ഇതിലൂടെ പറയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആശാലയത്തിൽ. ചേട്ടനാണ്. നിങ്ങളോ ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ടോ? ഇല്ല, എന്നെ ഇങ്ങോട്ട് തേടി വരുന്നു. അല്ല, അങ്ങനല്ല. അല്ല, എന്റെ കേസിൽ സിനിമ അങ്ങനെ ഡ്രീം അല്ലായിരുന്നു. എനിക്ക് സിനിമ എന്നും ഇഷ്ടാ. പണ്ട് മുതലേ സിനിമ ആസ്വദിച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതുപോലെ റീൽസ് കണ്ടിട്ടാണ് ഫസ്റ്റ് സിനിമ വന്ന സമയത്ത് ഞാൻ എന്നെയോ സിനിമയിലോ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു എനിക്ക്. എന്നിട്ട് ഇതേപോലെ പുള്ളിനോട് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് സിനിമ മന്ദാകിനിയിൽ ആ റോള് കിട്ടുന്നത്. പിന്നെ അവിടെയൊക്കെ പോയപ്പോ നമുക്ക് തന്നെ ഒരു സെലിബ്രിറ്റി ആയ ഫീലൊക്കെ വരും. കാരണം നമുക്കൊരു ഫ്രീ ആയിട്ട് സ്റ്റേ തരുന്നു, ഫുഡ് തരുന്നു, രാവിലെ വന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, കാരവൻ അതൊക്കെ കിട്ടുമ്പോൾ നമ്മള് വലിയൊരു സംഭവമായി തോന്നല്ലേ. പിന്നെ ആൾക്കാർ നമ്മൾ അംഗീകരിക്കാനൊക്കെ പറയുമ്പോ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് സിനിമ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഞാൻ അതിന് വേണ്ടി ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ വന്നതാ, ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, ചെയ്യാൻ താല്പര്യം വെച്ച് അങ്ങനെ വന്ന് ഞാൻ വന്നത് തന്നെ. അപ്പൊ ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു, ഇപ്പോഴും സ്ലിം തന്നെയാണ്, അങ്ങനെയല്ല. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന ക്യാരക്ടറൊക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഏകദേശം ഡയറക്ടറിന്റെ പ്രായമുണ്ട് ഞാൻ. അപ്പൊ ഞാൻ ഈ പ്രായത്തിൽ ഇനിയിപ്പോ കോളേജിൽ പഠിക്കുന്ന ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുമോ അറിയില്ല. അതല്ല 34. 34? സീരിയസ്ലി? Can you believe that? No. വിശ്വസിച്ചോ വേണം. അപ്പോൾ എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾക്കോ? എനിക്ക് 27 കറക്റ്റ്. പക്ഷെ ഞങ്ങൾ ഈ പടത്തിൽ ഈ പടത്തിൽ ഞങ്ങൾ 20 ഒക്കെ ഞാൻ ഏറ്റവും ഇളയത്. ഇത് ആനന്ദ ചേച്ചി, ഇത് കൗസല്യ ചേച്ചി, ഞാൻ 20, ഞാൻ ഏറ്റവും ഇളയത്. അപ്പൊ അവസരം വന്നു, ഞാൻ എന്നെ കാണിക്കാനാണ് വന്നത് ഇങ്ങോട്ട്. ഞാൻ ഓക്കെ ആണെന്ന് വെച്ചാൽ ഞാൻ പടം ചെയ്യാൻ റെഡിയാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. അവർക്ക് ഓക്കെ ആയി, പടം ചെയ്തു, ഞാൻ തിരിച്ചു വീട്ടിൽ പോകുന്നു. ഇനി അവസരം വന്നു കഴിഞ്ഞാൽ ഇനിയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഒരു ഹൊറർ കോമഡി അല്ലെ? ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ പ്രേതം വരും അല്ലേ? അല്ല, പ്രേതകഥ മടുത്തല്ലേ?
കൊറേ ഇന്റർവ്യൂസ് പറഞ്ഞു. കുറെ കഥകളുണ്ട്. 16 ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളൂ. അത്രയും കൊടുത്തോ നിങ്ങൾ? രസമില്ലാത്ത കഥകളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അല്ല ശരിക്കും ഏതെങ്കിലും ഒന്ന് എവിടെങ്കിലും നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടോ? ഫ്രഷ് അല്ല എല്ലാം അപ്പൊ ആ ഒരു ഫ്രഷ് സാധനം പറയാ. ഞാൻ പറയാത്തൊരു സാധനം ഫ്രഷ് കഥയാണേ. അതായത് എന്റെ കസിന് പെരിന്തൽമണ്ണ വിക്ടറി കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ അവൾ എന്താ വെച്ചാല് ഭയങ്കര മടിച്ചിയാ, ക്ലാസ്സിന് പോകാനൊക്കെ മടിയാ. അപ്പൊ അവളും അവളുടെ ഒരു കൂട്ടുകാരിയും ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു കോളേജിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു അമ്പലം ഉണ്ട്, കാവും അമ്പലമൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഇവര് അമ്പലക്കുളത്തിന്റെ അവിടെ പോയിരിക്കും. ഏകദേശം ഉച്ച സമയത്തൊക്കെ അവിടെ ക്ലാസ് പങ്കിട്ട് അങ്ങനെ പോയിരിക്കും. ഏത് സിനിമയെന്ന് ആലോചിക്കും. അല്ല അങ്ങനെ പോയിരിക്കും. ഒരു മിനിറ്റ്, ഇത് ഏതെങ്കിലും മൂവി? ഇല്ല ഇത് ശരിക്കാ. ക്ലാസ്സിൽ പോവില്ല. ഇന്തോനേഷ്യയിലെ പിന്നെ ആർക്കും അറിയില്ലല്ലോ. വല്ല ചർച്ച എന്തെങ്കിലും നിങ്ങൾ കാവാക്കി. അങ്ങനെ അവിടെ പോയിരിക്കാറുണ്ട് അമ്പലത്തിന്റെ അവിടെ. അപ്പൊ ഒരു ദിവസം ഇവള് രാത്രി സ്വപ്നം കണ്ട്. ഞാൻ സ്വപ്നത്തിൽ ഇതേപോലെ ഒരു പെണ്ണ് വന്നിട്ട് ഇവളോട് പറഞ്ഞ്, നീ എന്നും അമ്പലത്തിന്റെ സ്വപ്നത്തിലാണേ, നീ എന്നും അമ്പലത്തിന്റെ അവിടെ ഇരിക്കുമ്പോ ഞാൻ നിന്നെ നോട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ഇന്നാണ് എനിക്ക് നിന്നോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെണ്ണ് വന്നു. പിന്നെ ഈ സ്വപ്നം സ്ഥിരമായി. അതായത് ഈ പെണ്ണ് എന്നും സ്വപ്നത്തിൽ വരിക. പിന്നെ ഇവള് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക, ഇങ്ങനെ മെന്റലി ഡൗൺ ആവുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്താ വെച്ചാല് വരുത്ത് പോക്ക് ഉണ്ടാവും അമ്പലത്തിൽ ആ സമയത്ത്. അപ്പൊ അതില് പെട്ടതാന്നൊക്കെയാണ് പറയുന്നത്. പോക്കുവരവ് വരുത്ത് പോക്ക് അങ്ങനെ പറയും. അങ്ങനെ അതിൽ പെട്ടതാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ സ്വപ്നമാട്ടോ കാണുന്നത്, നേരിട്ടല്ല. പക്ഷെ അങ്ങനെ ഈ കണ്ടിന്യൂസ് സ്വപ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും സ്വപ്നം കാണാറുണ്ടോ? ഇല്ലേ? പാട്ട് പാടുമല്ലേ? കാണാൻ കുറെ സ്വപ്നം ഉണ്ട്. പാടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമ തമിഴാണ് തെലുങ്കാണ് മലയാളം മതി. രണ്ട് ചോദ്യം ചോദിച്ചിട്ട് അടുത്ത ചോദിച്ചു കഴിഞ്ഞിട്ട് പാടാം. ചോദ്യം കഴിഞ്ഞിട്ട് പാടാം. അടുത്ത ചോദ്യം മൂവിനെ പറ്റി പറയൂ. നല്ല സിനിമയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അഭിനയിച്ചുകൊണ്ട് പറയല്ല, ഇത് നല്ല ക്വാളിറ്റി നമ്മള് അഭിനയിച്ചു. 4K നല്ല ക്വാളിറ്റി. ചെറിയ ബഡ്ജറ്റ് ഫിലിമാണ്. അതനുസരിച്ചുള്ള ക്വാളിറ്റി എന്തായാലും സിനിമയ്ക്കുണ്ട്. മഹാരാജോസ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ നമുക്ക് മനസമാധാനത്തോടെ കണ്ടിരിക്കാൻ പറ്റും. ടോപ്പ് പറഞ്ഞല്ലോ, ഒരു മീഡിയം. പ്രേതം വരുമ്പോ മനസമാധാനം പോകൂലേ? അതുപോലെ ശബ്ദം കേൾക്കുമ്പോഴാണ് മനസ്സമാനം പോവാ. സിമ്പിൾ കോമഡി. ഒരു അടികപ്പ്യാരെ കൂട്ടമണി സ്റ്റൈൽ അങ്ങനെ വൈബല്ല. അതെന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ ചുറ്റിപ്പറ്റി മാത്രമല്ല. ഇതെന്ന് പറയുമ്പോൾ ഹോസ്റ്റൽ ചുറ്റിപ്പറ്റി മാത്രമല്ല, ഇതിൽ ഹോസ്റ്റലിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതൊരു വേറെ സ്റ്റോറി പ്ലോട്ട് പറയാൻ പോകുന്നുണ്ട്. കഥയാണ്. സന്ദീപ് ചേട്ടന്റെ ക്യാരക്ടറിനകത്ത് വൈബ് ശംഭു അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലേ? ഞങ്ങളുടെ സീനിയറാ പുള്ളി. സീനിയർ ആയിട്ടാണ്. എന്താ ചേട്ടന്റെ ക്യാരക്ടർ എന്തായിരുന്നു? അതന്നെ, ഒരു എല്ലാ കോളേജിലും ഉണ്ടാവില്ല നമുക്ക് ജൂനിയേഴ്സിന് ഇഷ്ടപ്പെടാത്തൊരു സീനിയർ, പക്ഷെ ഗേൾസിന് ഭയങ്കര കാര്യമായിരിക്കും. അങ്ങനത്തെ ഒരു നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതായത് സിനിമയില് ആ ക്യാരക്ടർ പേഴ്സണലി ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. ആൻമരിയുടെയോ? ഇവന്റെ ലവർ അല്ലേ? എന്തായിരുന്നു നിങ്ങളുടെ ലവർ? വലിയ രസമൊന്നുമില്ല അല്ലെ? അവരുടെ കെമിസ്ട്രി അത്ര പോരാ. ഞങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇവർക്ക് കുശുമ്പ അല്ലേ? നമുക്ക് പാട്ടില്ല, റൊമാൻസ് ഇല്ല, പെണ്ണില്ല, എക്സ്ക്ലൂസീവ് പെണ്ണുണ്ടോ? ഇല്ല, ഇപ്പല്ല, കറന്റ്ലി ഇല്ല. കറന്റ് പോയുണ്ടാവും അറിയില്ല. ഇങ്ങനെ ഓടി നടന്ന് ചെയ്യണോ എല്ലാത്തിലും. എത്ര ഫാൻ ബേസ് ഗേൾസ് കോളേജിൽ പോകുമ്പോ ഞാൻ ചാർജ് ആവും. എനിക്ക് തോന്നുന്നു ഫിലിം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹൈ ആവും. ഞങ്ങൾ രണ്ടുള്ള ആൾക്കാരെ കാണുമ്പോ അയ്യോ. പക്ഷെ അല്ല രസാട്ടോ കോളേജ് പ്രൊമോഷൻസ് എങ്ങനെയുണ്ടായിരുന്നു? സെന്റ് തെരാസസും അടിപൊളിയായിരുന്നു, വിമല അടിപൊളിയായിരുന്നു, സെന്റ് സേവിയർ അല്ല. ഞാൻ ചോദിക്കുന്ന കോളേജിനെ പറ്റിട്ടല്ല ആക്ച്വലി. അല്ല, അവിടുത്തെ കുട്ടികളും കൊള്ളാം, ടീച്ചേഴ്സും കൊള്ളാം. എത്രമാനം സുന്ദരികളാണെന്ന് അറിയോ ഈ വിമലയിലും സെന്റ് തെരാസസിലൊക്കെ? സാവിയേഴ്സിലും ഉണ്ട്. എല്ലാ കോളേജിലും തിരുവരുണ്ട്. കഴിഞ്ഞ ദിവസം സന്ദീപ് ഒരു ഇന്റർവ്യൂ അറിയാതെ പറഞ്ഞു, ആ കോളേജിനെക്കാളും ബെറ്റർ ഇതായിരുന്നു പറഞ്ഞു.
കൂടുതലും മിക്സ്ഡാ പോയതില്ല. പക്ഷെ വുമൻസ് കോളേജിൽ പോകുമ്പോൾ ഫുള്ള് സുന്ദരികൾ മാത്രം. നല്ലതായിരുന്നു. ആണല്ലേ? ഞാൻ കണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ. ഞാൻ വന്നതും ചോദിച്ചു അഖിൽ ചേട്ടൻ ഷാമൻ അഴിഞ്ഞാടുന്നു. ഇങ്ങോട്ട് അവിടുന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെമ്പിള്ളാര് ഇങ്ങനെ പൊതിയാന്നൊക്കെ പറയൂലേ. അവിടെ ഒരു അഡ്മിഷൻ അത്രയും ഈ ചോക്ലേറ്റ് പോലെ നിന്നാലോന്നൊക്കെ വിചാരിച്ചു. എങ്ങനെ ചോക്ലേറ്റത്തെ പോലെ അഡ്മിഷൻ എടുത്ത് കയറിയാലോന്നൊക്കെ വിചാരിച്ചു. ചോക്ലേറ്റ് ബോയ് ടാഗ് ഷാമോൻ ചോക്ലേറ്റ് ബോയ്. ഷാമൻ അതിനുള്ള ആളുണ്ട്. നമുക്ക് ഒരു ചെറിയ ഗെയിം കളിച്ചാലോ? ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ഹൊറർ കോമഡി ആണല്ലോ നിങ്ങളുടെ ഫിലിം. അപ്പൊ നമുക്കൊരു കഥ ഉണ്ടാക്കാം. ഒരു തുടക്കം ഞാൻ പറയും, അടുത്തത് നിങ്ങൾ പറയണം. അങ്ങനെ 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 ഒരു കഥ. ഓക്കെ, ഫസ്റ്റ് തുടങ്ങിക്കോ. ഇങ്ങനെ വരാം, ഇങ്ങനെ അങ്ങനെ വരാം. ചേട്ടൻ തുടങ്ങിക്കോ. കോമഡി ആക്കിയാൽ മതി, പക്ഷെ ഹൊറർ വേണം അതിനകത്ത്. ഞാനൊരു രാത്രിയില് കൊച്ചിയില് മറൈൻ ഡ്രൈവിന്റെ അടുത്തോടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഭയങ്കര ഇഷ്ടായിരുന്നു. ഇവന്റെ തൊട്ട അപ്പുറത്ത് ഞാനും ഉണ്ടായിരുന്നു. ഇവൻ വിചാരിച്ചത് സൗണ്ട് കേട്ടപ്പോ പ്രേതാന്നായിരുന്നു, പക്ഷെ പ്രേതല്ലായിരുന്നു, കപ്പിളായിരുന്നു. അവരവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ബാക്കി അപ്പോ തൊട്ടപ്പുറത്ത് 2 കപ്പിൾസും പിന്നെ പതിയെ പതിയെ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന അഖിലെന്നാർഡി. അപ്പൊ ഞാനോ? ഞാനുണ്ട്. അല്ല, ഞങ്ങൾ ഒരുമിച്ചാ. അപ്പൊ അങ്ങ് ദൂരെ പട്ടി ഓരിയിടുന്ന സൗണ്ട് ഉണ്ട്. ഇതിൽ നിന്ന് ഒരു സുന്ദരിയായ പെൺകുട്ടി മുടി 2 സൈഡിലേക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ പേര് അനു. അപ്പൊ അവള് അല്ലേ നിങ്ങൾ കളിച്ചോ? അത് എന്റെ പേര് ഞാനാണോ? മുടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വരികയല്ലേ? അനു എന്ന് പറഞ്ഞ പെൺകുട്ടി രാത്രി നിനക്ക് മറൈൻ ഡ്രൈവിൽ എന്താ പരിപാടി? അല്ല, അപ്പോ അനു ഇങ്ങനെ നടന്നു പോകുമ്പോ നോക്കുമ്പോ അഖിലനാർഡി ഒറ്റയ്ക്കാ നടന്നു പോകുന്നേ, കൂടെ ആരുമില്ല. അപ്പൊ ഞാൻ പ്രേതായിരുന്നു. എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ സംസാരിച്ചോണ്ടാ പോയിരുന്നത്. എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കപ്പിൾസിനെ കാണാനില്ലേ? ശരിക്കും നിങ്ങളായിരുന്നു കപ്പിൾസ്. ഇനി നീ പറ. കാരണം രണ്ടുപേരുടെയും കണ്ണിന് പ്രശ്നമായിരുന്നു. എന്നിട്ട് അവരെ നമ്മൾ നല്ലൊരു നേത്ര സൗജന്യ ചികിത്സക്കൊക്കെ റെഫർ ചെയ്തു അല്ലേ? അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടത്. വളരെ പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ നിന്ന് നെട്ടി ഉണരുന്നു. നിങ്ങള് പഠിച്ചൊക്കെ എന്താ? ഞാൻ പഠിച്ചില്ല. നോട്ടിക്കൽ സയൻസ്. ചേട്ടനോ? ഞാൻ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, പോയിന്നു 5 വർഷം ആർക്കിടെക്ചറിന്. 5 വർഷം കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ എംടെക് പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് 2 കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ പഠിക്കാനൊന്നും തോന്നിയില്ല. പിന്നെ ITI കഴിഞ്ഞ് ഞാൻ ഹൈടെക് ആയി. നിങ്ങൾ ഇതുപോലെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്ലാസ് ഒക്കെ കട്ട് ചെയ്തു പോകും, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ? നല്ല സിനിമ വരുമ്പോ കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഞാൻ എന്താ വെച്ചാല് ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട് പെരിന്തൽമണ്ണയിൽ, ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഏകദേശം കുറച്ച് അടുത്താണ് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അലങ്കാരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചാല് സൺഡേ ഒക്കെ ഉണ്ടാകുമ്പോ ട്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നല്ല ഡ്രസ് ഇട്ട് പോകും. കാരണം അലങ്കാറിൽ എപ്പോഴും നല്ല കല്യാണം ഉണ്ടാവും. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോ നേരെ അവിടെ പോയിട്ട് നമ്മൾ ചെക്കൻ്റെ ആളെ പെണ്ണിന്റെ ആളാന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോരും. അങ്ങനെ പറയാത്ത കുറെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കല്യാണത്തിനെ പോവാറില്ല, ആരുടെ കല്യാണത്തിനും ഞാൻ പോവില്ല. എനിക്കിപ്പോ കല്യാണത്തിന് പോകണം ഇഷ്ടമല്ല. അല്ല, അങ്ങനല്ല, എനിക്കിപ്പോ ഇഷ്ടമല്ല പേഴ്സണലി കല്യാണത്തിന് പോകണം. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു വിളിക്കാതെ കല്യാണം കഴിക്കണം. പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പോവാറില്ല. ഇപ്പൊ ചിലപ്പോ പോയി കഴിയുമ്പോ വിളിച്ചിട്ടില്ലല്ലോ ചോദിക്കില്ല. ആൾക്കാർ നോട്ടീസ് ചെയ്യൂലേ? സോഷ്യൽ മീഡിയ ഫെയിം ആയ കാലത്ത് അല്ല, ആയ കാലത്ത് ഞങ്ങള് വിളമ്പിട്ടില്ല, തിന്നിട്ട് തിന്നാനേ പോയിട്ടുള്ളൂ. എന്തിനു വിളമ്പുന്നു? ക്ലാസ് പൊക്കിയിട്ടുണ്ടോ? ക്ലാസ്സിലൊക്കെ എന്നെ പൊക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആരൊക്കെ സിനിമക്ക് പോണോ ഓരൊക്കെ ടീച്ചേഴ്സ് പൊക്കും. നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് പോയാലും പൊക്കും. ആർക്കും അറിയില്ലായിരുന്നു ഇതിന്റെ രഹസ്യം എന്താന്ന്. ലാസ്റ്റ് മനസ്സിലായത് അല്ല,
തിയേറ്ററിന്റെ ഓണറെ വൈഫ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ അറിഞ്ഞേ ആടാ. ശരി, ഇനി കുറച്ച് കുറച്ച് റാപ്പിഡ് ഫയർ ചോദിക്കാം. ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ ആരാണ് ഏറ്റവും ചിൽ? ഷാമോൻ. ഞാൻ ഇങ്ങനെ നിലത്തൂടെ പൊട്ടും, കാരണം ചില്ലല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശീല 2 മാസമൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ പടത്തിന്റെ. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോർട്ട് ടെമ്പേർഡ് ആരാണ്? ഷോർട്ട് ടെമ്പേർഡ് ഒരു അഖിലായിരിക്കും അല്ലേ? വലിപ്പം കുറഞ്ഞത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആള്. അഖില കുറച്ച് ദേഷ്യം വരും അല്ലേ? ഞങ്ങക്ക് ജ്യൂസ് കിട്ടില്ലെങ്കിൽ ജ്യൂസ് കൊണ്ടുപോവാ നിങ്ങളുടെ കൂട്ടത്തില് ഇൻട്രോവേർട്ട് ആരാണ്, എക്സ്ട്രോവേർട്ട് ആരാണ്? ഇൻട്രോവേർട്ട് അഖില്. എക്സ്ട്രോവേർട്ടും അഖില്. അഖിൽ എന്നാർഡി ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ. ലേറ്റ് കമർ ഓൺ സെറ്റ്. 6 മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമൻ 6 മണിക്ക് എണീറ്റിട്ട് കണ്ണടച്ചിട്ട് ഉറക്കം പോകാൻ ഞാൻ നേരെ വണ്ടിയിൽ അങ്ങോട്ട് ഇരിക്കും, ഡ്രസ് കൂടി മാറ്റാണ്ട് കുളിക്കാണ്ട് വണ്ടി കയറി ഇരിക്കും, ബ്രഷ് എടുക്കും, അവിടെ പോയിട്ട് ഇടക്ക് കയറാനൊക്കെ പല്ലേക്കും. എക്സാജറേറ്റ് പറഞ്ഞല്ലോ. അല്ലല്ല, അങ്ങനെ ഉണ്ടാവും ഇടക്ക്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാ ഉറക്കം കളഞ്ഞിട്ട് രാവിലെ എണീറ്റ് ഷൂട്ടിന് പോണ. എനിക്ക് ഉറക്കാ വലുത്, സിനിമയ്ക്ക് ഇനിയും വരും. ഉറക്കാണല്ലോ ഇമ്പോർട്ടന്റ്. ഇതിന്റെ നേരെ തിരിച്ച് പഞ്ച്വാലിറ്റി. സുബൈക്ക് വരും. കോളേജിലെ ഷൂട്ടുള്ള സമയത്തൊക്കെ കോളേജ് തുറക്കുന്നതിന് ഭാഷ അവിടെ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ എവിടെ എത്തിയെന്നു? ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. ഭയങ്കര പങ്ക്ച്വലാ. ഉറങ്ങിട്ട് എണിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ശരിക്കും പങ്ക്ച്വൽ എന്നെ അറിയുന്നുണ്ടോ? ചോദിക്കാൻ വരാ. സോറി, ഞാൻ എനിക്ക് എന്തിനും പറയാൻ ചെയ്തു. പിന്നെന്താ, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയ കാര്യം. മൂത്രം പോയി. സോറി. അയ്യോ, മിസ്റ്റർ പെർഫെക്റ്റ്. പെർഫെക്റ്റ് അങ്ങനെ ആരും കാണത്തില്ല. ചോദ്യമായിരുന്നു. മിസ്റ്റർ പെർഫെക്റ്റ്. ചളി പറയാൻ ബെസ്റ്റ്. ഇത് ഞാൻ ഇതിന് മുമ്പ് എല്ലാരും 3 പേരും മത്സരമായിരിക്കും. പക്ഷെ കൂടുതൽ നിങ്ങളല്ലേ സംഭവം, നിങ്ങളുടെ കോമ്പറ്റീഷൻ ആണ്. ഒരു ചളി ചളി പറയണം, അപ്പൊ ഇവനക്കൊരു ചളി പറയണം. അങ്ങനെ നമ്മളങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങാൻ. ഞങ്ങൾ അതുകൊണ്ട് വെള്ള ഡ്രസ് ഇടാറില്ല, കാരണം ചളി പറ്റിയാലോ. സീരിയസ് സീരിയസ് ആരാ? സീരിയസ് ഡിപെൻഡ്സ്. അതല്ലേ, ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങൾ അറിയുന്നോണ്ട് അങ്ങനെ സീരിയസ് ക്യാരക്ടേഴ്സ് ഒന്നും ഇതിലില്ല. ഒരു കോ ആക്ടർ ആര് വേണം എന്നാണ് ആഗ്രഹം? ഫീമെയിൽ. ഫീമെയിലോ? ഒരു മിനിറ്റ്, അത് പറഞ്ഞ അടി കിട്ടും വീട്ടില്. എനിക്കും ലെജൻസിന്റെ കൂടെ, പഴയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം. നീ ഇന്നലെ പറഞ്ഞില്ലേ മഞ്ജു പിള്ള ചേച്ചിയുടെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞു. സായ് പല്ലവി, പിന്നെ നിത്യമേനോനായാലും. എനിക്ക് മഞ്ജു വാര്യർ ചേച്ചി, ഉർവശി ചേച്ചി, ബോളിവുഡില് കാജോൾ, റാണി മുഖർജി, മനീഷ കൊയ്രാല. മീറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഞെക്കാൻ തോന്നി എനിക്ക്. അങ്ങനല്ല, നമ്മളീ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ശരിക്കും അവള് കുട്ടികളെ കാണുമ്പോ ഇങ്ങനെ കൊഞ്ചിക്കൂലേ, ഭയങ്കര ക്യൂട്ടാണ്. അത്ര ഒരു ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആളുടെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട്. ക്യാൻസർ സമയത്ത് ആളെഴുതിയൊരു ബുക്കാണ്. അപ്പൊ അത് വായിച്ചപ്പോ എനിക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട് അത് വായിച്ചിട്ട്.
അപ്പൊ അതിന് ശേഷം ഞാൻ ഭയങ്കര ഫാൻ ആയതാ. അല്ലാണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇല്ല. പിന്നെ ഓട്ടോഗ്രാഫ് മേടിച്ചോ? മേടിച്ചു. ബുക്കൊക്കെ ഉണ്ടല്ലേ? അതെ. ആരുടെയൊക്കെ മേടിച്ചപ്പോ? അതില് മനീഷ കൊയ്രാളന്റെ ഉണ്ട്, മഞ്ജു ചേച്ചിയുടെ ഉണ്ട്, 2 മഞ്ജു ചേച്ചിയുടെ ഉണ്ട്. മഞ്ജു പിള്ള ചേച്ചിയുടെ ഉണ്ട്, ജഗദീഷ് ചേട്ടന്റെ, ബേസിലേട്ടന്റെ, പിന്നെ ചിത്രാമ്മ, സുജാത ചേച്ചി, കുറെ പേരുടെ ഉണ്ട്, കുറെ ലിസ്റ്റ് ഉണ്ട്. ആരുടെയാണ് ഒരു ടാർഗറ്റ് വേണം? എനിക്ക് അങ്ങനെ ഇന്ന വലിയ ആൾക്കാരൊന്നുമില്ല, ഒരു ചെറിയ ഐശ്വര്യ റായ് ഒക്കെ പോലെ ഒരു ആരും ഞാൻ കണ്ടിട്ട് പോലും ഇവരൊക്കെ ഞാൻ എന്നാ കാണാം. അല്ല ചെറുതായിട്ട് ചെറിയ ഒരു അഭിഷേകിന്റെ പെണ്ണുങ്ങള് കാണട്ടെ പെട്ടെന്ന്. അതെ, നീ കാണൂടാ. നമ്മൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, ക്വസ്റ്റ്യൻ എങ്ങനെ പോയി? ഓക്കെ. ടേക്ക് ഇറ്റ് ഈസി ആരാണ്? ടേക്ക് ഇറ്റ് ഈസി, അത് ഇത്രേ ഉള്ളൂ. അങ്ങനെ ഫുഡി, ഫുഡ് നിറയെ കഴിക്കുന്നവരാ? സെറ്റില് നല്ല പൊതുവെ ഇവൻ ഇടക്കിടക്ക് വിശക്കെന്ന് പറയാറ്. വിശന്നാൽ ഇവനെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആക്രാന്തൊന്നുമില്ല. അതെ, അല്ല ആക്രാന്തൊന്നുമില്ല, പക്ഷെ വിശക്കണു എല്ലാരും പറയും. എന്തെങ്കിലും കിട്ടിയാ മെയിൻ ഫുഡി അല്ല, ആരും ഫുഡി അല്ല. ഓക്കെ, അത് ഫുഡിയാണോ? ഞാനോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ. ഡിസേർട്സ് കഴിക്കാൻ ഭയങ്കര. എനിക്ക് ഡിസേർട്സ് ഇഷ്ടമാണ്. സഹാറ ഡെസേർട്ട്, ഞാൻ പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് പറയണില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി, ഇത് മനസ്സിലായി, നേരത്തെ മനസ്സിലായി. എനിക്കിത് ഇഷ്ടാണോ? മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടാണോ? ഇഷ്ടാണ്, എന്തോ വരുന്നു. അല്ല, ഞാൻ കാലത്ത് ചോദിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ചൂടത്തല്ല തണുത്ത കഴിക്കാൻ ഇഷ്ടമാവും. എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയാവോ? അരുൺ ഐസ്ക്രീംസിന്റെ ഒരു ഫ്ലേവർ, ഡബിൾ ചോക്കോ ഫ്ലേവർ. അതിന്റെ എല്ലാം ടേസ്റ്റാ, ആ ബ്രാൻഡിന്റെ എനിക്ക് ടോൺസൈറ്റിസ് വന്ന് ഞാൻ നിർത്തി. ഭയങ്കര ടേസ്റ്റാ ഈ ബൈറ്റ്സ് ഒക്കെ. ഞാൻ നിർത്തി ഐസ്ക്രീം ആയിട്ട്, ടോൺസൈറ്റിസ് വന്നിട്ട് നിർത്തി. ചൂടുള്ളതും തണുപ്പുള്ളൊക്കെ നിർത്താൻ. ഡെസേർട്ടേ, അത് ഡെസേർട്ട് മരുഭൂമി, ഇത് ഡെസേർട്ട്. ബാക്ക് ടു മൂവി. ഈ മൂവിയിൽ ഹൊറർ ആണോ കൂടുതൽ, കോമഡി ആണോ കൂടുതൽ? ബാലൻസ്, രണ്ടും ഈക്വലാ അല്ലേ? രണ്ടും ഈക്വൽ ആയി പോകുന്നുണ്ട്. കോമഡി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കുന്ന കോമഡി അല്ല ഉദ്ദേശിക്കുന്നത്. ചിരിക്കാൻ പറ്റുന്ന ചെറിയ കോമഡി. ഇവിടെ ബ്ലഷ് വരാതിരുന്നാ മതി. നിങ്ങക്ക് കുറച്ച് വീഡിയോസ് കാണിച്ചേ. ഇത് ഗെയിം എന്ന് പറയാൻ പറ്റില്ല, ഒരു റിയാക്ഷൻ. നിങ്ങളുടെ തന്നെ കുറച്ച് പഴയ ടിക്ടോക്ക് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. റിയാക്ഷൻ വന്നു ഇവിടെ. അപ്പൊ നിങ്ങൾ എങ്ങനെ എന്നോട് റിയാക്ട് ചെയ്യാൻ നോക്കാം. ദൈവമേ, എന്നെ ചീത്ത പറയാനൊന്നും പാടില്ല. ആരാണ് നിനക്ക് തന്നത്? ഞാൻ തന്നെ തപ്പി കണ്ടുപിടിച്ചതാ, ആരും തന്നെ. കാണിച്ചേ. മുഖം കാണിക്കേട്ടാ. നെറ്റിയിലെന്ത് വൈഫൈ ഇത് എത്ര മുമ്പ് എടുത്തതാ? എന്തായാലും കൊള്ളാം. നിങ്ങൾ ചിരിക്കാൻ അടുത്ത് കാണിച്ചു തരാം. കാണിക്കണേ റിയാക്ഷൻ. എന്താ ചുണ്ടലി? അടുത്തത് പക്ഷെ നീലശൈലം അത് 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 നല്ലതാ. മലയാളികളുടെ വിജയ് ദേവരകൊണ്ട. അതെ, പറയാറുണ്ടായിരിക്കും. ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോഴും പറഞ്ഞു. മറ്റേ സാധനം 144p ചെറുതായിട്ട് മനസ്സിലായില്ലല്ലോ പറഞ്ഞത്. ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി പറയില്ലേ? അല്ല അല്ല, ഇവനാണ് കേരളത്തിലെ ദേവരകൊണ്ട. ഇവനാണ് ദേവരകൊണ്ട. ശരി, അടുത്ത വീഡിയോ കാണിക്കാവേ. മതിയില്ലേ? ഒരു 5-6 റെക്കോർഡ് ഉണ്ട്. ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതല്ലേ അല്ലാതെ കബഡി നിരത്തിയിട്ടല്ല. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? അതൊക്കെ കിട്ടി, തപ്പി കണ്ടുപിടിച്ചു. ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഇല്ല, ടിക്ടോക്ക് സാധനം. അതാണ് ഒരു ആങ്കറിന്റെ കഴിവ്. ടിക്ടോക്ക് നിരോധിച്ചല്ലോ. നീ പിന്നെ എങ്ങനെയാ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യും? ദുബായത്തെ ആരോടെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരിക്കും.
യൂട്യൂബ് അഖിലനാർഡി ഓൾഡ് ടിക്ടോക്ക് വീഡിയോസ്, കിട്ടുമല്ലേ? അഖിൽ ഷാ ഓൾഡ് ടിക്ടോക്ക് മാമന് മോന് ഓൾഡ് ടിക്ടോക്ക് വീഡിയോസ്. ഒരു പാട്ട് പാടിത്തരോ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിട്ട്? എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ, നീ എന്നുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ അതല്ല സ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടും വീട്ടും തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനാ നെഞ്ചോരം നാളം തേടിയോ. നിസ 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 നീ- അങ്ങനെ അയ്യോ nice, വളരെ രസമുണ്ട് ട്ടോ. ഞാൻ ഈ നേരത്തെ വയ്യ, വീഡിയോ തൊണ്ടവേദന കണ്ടല്ലേ, ആയതുകൊണ്ട് ഞാൻ അതില് ചേട്ടമ്പാടി എന്നാ വിചാരിച്ചത്. തൊണ്ടവേദന ആയതുകൊണ്ടല്ലേ ഞാൻ ജൂനിയർ നല്ലപോലെ പാടാം. പാടും. ഞാൻ ആ വീഡിയോ ചേട്ടമ്പാടി എന്നാ വിചാരിച്ചത്. ഇപ്പോഴേ ബാക്ക് ടു മൂവി ട്ടോ. ഒരു വീഡിയോക്ക് ചേട്ടൻ റിയാക്ട് ചെയ്യുന്ന കണ്ടായിരുന്നു, അല്ല ഒരു കമന്റിന്. ഷാമൻ എന്താ പറയാനുള്ള ഇങ്ങനത്തെ കമന്റ് ഒക്കെ? അതില് ലൈക്ക് പടം കണ്ടു, പടം ഇറങ്ങിയിട്ട് പോലും ഇല്ല, പടം കണ്ടു, ഇങ്ങനെ തിയേറ്ററിൽ ആരും ഇല്ല, എന്താ ഒന്നാ എടുത്ത് വെച്ചിരിക്കുന്നേ, ബാക്കി ഞാൻ പറയുന്നില്ല, എല്ലാരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. എന്താ ഇങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? പുച്ഛം മാത്രം. അതായത് നമ്മളെ ഒരു സാധനം കണ്ടിട്ടല്ല ആൾക്കാർ അതിനെ കുറിച്ച് വിലയിരുത്തുക, ഇത് കാണുന്നതിന്റെ മുന്നേ അങ്ങോട്ട് ജഡ്ജ് ചെയ്യുക. കാരണം ഞങ്ങൾ മൂന്നാളാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഹേറ്റേഴ്സ് ഉണ്ടാവും, അറിയാലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ്സ് ആയിക്കോട്ടെ, അഭിപ്രായങ്ങളായിക്കോട്ടെ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അത് വെച്ചിട്ട് ഒരു സിനിമേനെ കമ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അഭിപ്രായം എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ എന്ത് പറയണമെന്ന്. പക്ഷെ ഇങ്ങനെ കാണുന്നതിന് മുന്നേ ജഡ്ജ് ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. മോശം. അതെ. എന്താ നിങ്ങൾക്ക് അല്ല, ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിച്ചേ ഉള്ളൂ. ഇതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്, അതെ. ഒരുപാട് പേരുടെ സംവിധായകർ അടക്കമുള്ളവരുടെ ഒക്കെ ആദ്യത്തെ സിനിമയായിരുന്നു. ഇപ്പൊ വേറൊരു കാര്യം പറയാം. ഇപ്പൊ പടം വിജയിച്ചിട്ടില്ലെങ്കിൽ, ഈ പടം എന്നല്ല, ഒരു പടം വിജയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമല്ല, അത് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നമ്മളൊരു ഇതായിട്ട് അവരെ വിളിച്ചു, നമുക്ക് നല്ലൊരു ഇമ്പോർട്ടന്റ് റോള് തന്നു. അഖിൽ ചേട്ടന്റെ വൈഫ് എന്ത് ചെയ്യുന്നു? പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? എന്താ കഥ? എന്താ ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ വലിയ ലവ് സ്റ്റോറി ഒന്നും അല്ല, എങ്കിലും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമില് സോഷ്യൽ മീഡിയ കൂടെ തന്നെ റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ടതാണോ? എന്നെ ഫോളോ ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് ഫോളോ ചെയ്തു, മെസ്സേജ് അങ്ങോട്ട് മെസ്സേജ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, പ്രൊഫൈൽ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ കണ്ട പോലെ ലൈക്ക് അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ട്, അവളെ കണ്ടില്ല. അപ്പൊ അടുത്തുള്ള കണ്ടിട്ടുണ്ട്, വീടിന്റെ തൊട്ടടുത്താ. ഞാൻ കണ്ടിട്ടുണ്ട്, അവളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. സാധാരണ അങ്ങനെ വിടുന്നതല്ല, എങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് സംഭവിക്കുന്നില്ല, അത് ശ്രദ്ധിച്ചില്ല. നോക്കി പ്രൊഫൈൽ നോക്കിയപ്പോ ഇവിടെ അച്ഛനെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പോ കുറെ കൂടെ അടുത്തു. അങ്ങനെ വീട്ടില് അച്ഛനോ? അവിടെ അടുത്തു. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോ അത് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിയ പ്രശ്നമൊന്നും ആക്കിയില്ല. അവസാനം വീട്ടുകാരായിട്ട് സംസാരിച്ചു, അങ്ങനെ ഉറപ്പിച്ചു. എത്ര വർഷം ഇപ്പൊ? ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് വയ്ക്കില്ല, 2 വർഷം. ശരി ശരി, ഒരു വെഡിങ് ഡേറ്റ് നമ്പർ ഓർമ്മയുണ്ടല്ലേ? ഇത് അറിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ പോയാൽ മറന്നു പോവാൻ ഇടയ്ക്ക്. പക്ഷെ ഗേൾസ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഡേറ്റ്സ് നോട്ട് ചെയ്യുന്ന ഭയങ്കര സംഭവമാണ്. ഇത് മറന്നു വെക്കട്ടെ, വീട്ടിൽ പോയി അടിക്കും, ഉറപ്പാ. ആ നമുക്കത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഡേറ്റ് ഒക്കെ ഓർമ്മിച്ച് വെക്കുന്നതൊക്കെ ഭയങ്കര. പിന്നെ ചേട്ടന്റെ ഒപ്പം ഒരു ആളുണ്ടായിരുന്നല്ലോ, ഒരു ഫോറിനർ, എവിടെ ഇപ്പൊ എവിടെയെന്ന് എനിക്കറിയില്ല. ആള് ജർമ്മനിക്കാരത്തെയാ, പക്ഷെ കൊച്ചിയിൽ ഇപ്പൊ സെറ്റിൽഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ പഴയ പോലെ കോണ്ടാക്ട് ഇല്ല. അത്രേ ഉള്ളൂ. അഖിൽ ചേട്ടന്റെ ഒരു സ്റ്റാർബക്സ് റീല് ഭയങ്കര വൈറലായല്ലോ, എന്താ സംഭവം? എന്തായിരുന്നു അത്? ഞങ്ങള് ഇതുപോലെ ഇവിടെ അടുത്തുള്ള മാളില് കറങ്ങാൻ വേണ്ടി പോയപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഈ ആദം ഒക്കെ പറഞ്ഞ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ആദം, അൻവർ എന്നൊക്കെ പറഞ്ഞ അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ നമുക്ക് ഇതുപോലെ സൗണ്ട് അല്ലെ ലാംഗ്വേജിന് പ്രാധാന്യം ഇല്ലാത്തൊരു വീഡിയോ ചെയ്താൽ നോക്കിയാലെന്ന് വെച്ചിട്ടാണ് അത് ചെയ്ത് നോക്കിയത്. ലൈക്ക് ചെറിയ ചെറിയ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ. പക്ഷെ അത് നല്ല വീഡിയോ, ഇവന്റെ ഫീൽഡത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വീഡിയോ. ഫസ്റ്റ് വീഡിയോ അല്ലേ? എനിക്ക് ഏറ്റവും റീച്ച് കേട്ടുള്ള ഒരു വീഡിയോ ആണ് അതും. പിന്നെ ആർസിക്കാരുടെ 2 വീഡിയോ ആണ് ഏറ്റവും റീച്ച്. മാമനും മോനും ടിക്ടോക്ക് സമയത്ത് ഹെൽനോസ് പാട്ടന്റെ കൂടെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലേ?
അല്ല ധന്യ അന്ന് എസ് രാജേഷ്. അന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ട് തന്നെ ഇപ്പൊ വർഷങ്ങളായി. ആണല്ലേ? അന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞങ്ങൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളൂ. ആണല്ലേ? അങ്ങനെ റീൽസ് ഒക്കെ ഞാൻ നോക്കും. മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ടിക്ടോക്ക് സമയത്തേ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ കണക്ഷൻ. കമ്മിങ് ബാക്ക് ടു മൂവി, ഇടക്കിടക്ക് ഇത് പറയുന്നുണ്ടല്ലോ. മൂവി തെന്നി മാറി പോകുന്നു. നമുക്ക് കുറെ വിഷയമുള്ളണ്ടേ. കമ്മിങ് ബാക്ക് ടു മൂവി, എന്താണ് ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ നോക്കണം. കാരണം ഞങ്ങളുടെ ആദ്യ സിനിമയാണ്, ആസ് എ ലീഡ് ഞങ്ങളുടെ ആദ്യ സിനിമയാണ്. അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതായത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പറയണം, നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ കണ്ടിട്ട് പറയണം. വലിയ സംഭവം പ്രതീക്ഷ ഒന്നും പോയത്, ഒരു കൊച്ചു സിനിമ എല്ലാവരും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പിള്ളേരായിക്കോട്ടെ, എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, അതന്നെയാ. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. തിയേറ്ററിൽ പോയി പടം കാണണം, അത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പടം കാണണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കണ്ടിട്ട് ജഡ്ജ് ചെയ്യണം അല്ലേ? ഒരു അവസരം തരിക, ഒരു അവസരം തന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ശരിക്കുള്ള ഒപ്പീനിയൻ അറിയിക്കുക. മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ഫേവറേറ്റ് ഹൊറർ മൂവി? എന്റെ അപരിചിതൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണിച്ചിത്രത്താഴ്. ഓൾ ടൈം ഫേവറേറ്റ് മണിച്ചിത്രത്താഴ്. ഇപ്പൊ ഈ രാഹുൽ സദാശിവം എന്ന് പറഞ്ഞ അവരുടെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇതാ പുതിയതായിട്ട് ഓഡിയൻ വരുന്നുണ്ട്. അല്ല, അതിന് മുമ്പ് ഒരു ഭൂതകാലം. ഭൂതകാലം ഹൊറർ അത്രയും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഞാൻ എന്താ ഇന്റർവ്യൂ ചെയ്തതിൽ ഭയങ്കര ചിരിച്ചു, ഭയങ്കര റിലാക്സ് ആയിട്ട്. സാധാരണ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നെക്സ്റ്റ് എന്താ ഞാൻ ആലോചിക്കും. ഞാൻ റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ നാളെ ജൂലൈ 24-ാം തീയതി മഹാരാജ ഹോസ്റ്റല് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പം അഖിൽ NRT, അഖിൽ ഷാ, മാമൻ മോനും, അതേപോലെ സന്ദീപ് ചേട്ടനുണ്ട്, ആൻമരി ഉണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഈ കാണുന്ന അതേ ഒരു വൈബും കോംബോ ഒക്കെ സിനിമയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം, കണ്ടിട്ട് വേണം എല്ലാവരും റിവ്യൂ പറയാനായിട്ട്. മെയിൻ ആയിട്ട് അതാ പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.